രാജ്യത്തെ വിലക്കയറ്റത്തിൽ കേന്ദ്രം ഇടപെടണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ. കേന്ദ്രം മുതലാളിമാർക്ക് വേണ്ടി നിലകൊള്ളുന്നതായും കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാർ ഒരേപോലെ കേരളത്തെ ദ്രോഹിക്കുകയാണെന്നും പി.കെ. ശ്രീമതി ടീച്ചർ പറഞ്ഞു. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി.കെ. ശ്രീമതി. രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായനികുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. AIDWA അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ടീച്ചർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാചകവാതകം മുതൽ മണ്ണെണ്ണ വരെ എല്ലാത്തിനും വില വർദ്ധിപ്പിച്ച് ജനങ്ങളെ കേന്ദ്രം ദ്രോഹിക്കുകയാണെന്നും കുത്തക മുതലാളിമാർക്ക് വേണ്ടിയാണ് ഇതെന്നും യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണമെന്നും പി.കെ. ശ്രീമതി ആവശ്യപ്പെട്ടു. നരകയാതന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഒരു 40% വരുന്ന ജനസമൂഹം, പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന അതീവ ഗൗരവതരമായ ഒരു ദുര്യോഗമാണ് ഇപ്പോ ഉണ്ടായിട്ടുള്ളത്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും എല്ലാം വില കുറഞ്ഞ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് വർദ്ധിപ്പിച്ച വില പിൻവലിക്കാത്തത്? കേന്ദ്രം ദ്രോഹിക്കുന്നത് പോലെ UDF സർക്കാർ കേരളത്തെയും ദ്രോഹിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതോടെ കേരളത്തിൽ മദ്യം ഒഴുക്കാനും കോടികളുടെ ലാഭം മുതലാളിമാർക്ക് നൽകാനുമുള്ള സഹായമാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് എന്നും ശ്രീമതി ടീച്ചർ കൂട്ടിച്ചേർത്തു. ഈ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനാണ് ഈ വലിയ മുതലാളിമാർക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ ഏകദേശം പറയുന്ന 600 കോടിയോളം കിട്ടുന്നതാണ് പറയുന്നത് ഒരു കൊല്ലം. ഇതൊരൊറ്റയാൻ പട്ടാളത്തിന്റെ തീരുമാനമായിരുന്നു. ഇതാണോ ടീം UDF? 2010 പാസാക്കിയ വനിതാ സംവരണ നിയമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്നും ശ്രീമതി ടീച്ചർ വ്യക്തമാക്കി. കോഴിക്കോട് മുതലക്കുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി സ്ത്രീകളാണ് പങ്കുചേർന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.